കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭാഗവതം അത് നമ്മൾ ഓരോ ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു പുണ്യ പുസ്തകമാണ് അല്ലേ? ഭഗവാന്റെ ജീവചരിത്രമാണ് ഭാഗവതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത്രത്തോളം പുണ്യമായിട്ടാണ്, പരിപാവനമായിട്ടാണ് നമ്മൾ ഭാഗവതത്തെ കണക്കാക്കുന്നത്. ഭാഗവതത്തിന് 12 ഭാഗങ്ങളാണ് ഉള്ളത്, 12 സ്കന്ധങ്ങൾ. നമ്മൾ ഇതിനു മുമ്പ് പല തവണകൾ ഭാഗവതത്തിലെ കഥകളൊക്കെ തന്നെ നമ്മൾ പല ആവർത്തി പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഓരോരോ സ്കന്ധങ്ങളായിട്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു പോയിരുന്നില്ല. ഓരോരോ കഥകളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് ഭഗവാന്റെ സ്വർഗാരോഹണം വരെ കലിയുഗ വർണ്ണന ആ ഭാഗമൊക്കെ നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്. എങ്കിലും ഓരോരോ സ്കന്ധങ്ങളായി ഓർഡറിൽ പറയണമെന്ന് ധാരാളം ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഭഗവാന്റെ കഥകൾ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു തുടങ്ങുന്നത്. എത്ര തവണ ഭഗവാന്റെ കഥകൾ പറഞ്ഞാലും കേട്ടാലുമാണ് നമുക്ക് മതി വരുന്നത്. പ്രത്യേകിച്ച് ഈ മാസം മാർഗശീർഷ മാസമാണ്. ഇനി നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുണ്യമാസം വൃശ്ചിക മാസം വരുന്നു. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പുണ്യകരമായ മാസങ്ങളാണ്. ഈ സമയങ്ങളിൽ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ നാമങ്ങളുമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. 1-ാം സ്കന്ധത്തിൽ 11 അധ്യായങ്ങളുണ്ട്. അതായത് നൈമിഷാരണ്യത്തിലെ സത്രം, പിന്നീട് മഹാഭാഗവതത്തിൻ്റെ പിറവി, നാരദൻ്റെ മുൻജന്മങ്ങൾ, ശുകൻ, വിഷ്ണുരാധൻ, പരീക്ഷിത്ത് തുടങ്ങിയ മഹാന്മാരുടെ വിവരണങ്ങൾ, ധൃതരാഷ്ട്രരുടെ അന്ത്യം, പരീക്ഷിത്തിൻ്റെ രാജ്യാഭിഷേകം, പരീക്ഷിത്ത് കലിക്കു നൽകിയ ശിക്ഷ, പരീക്ഷിത്തിനേറ്റ ശാപം, ശുകൻ്റെ ആഗമനം. ഇത്രയും കാര്യങ്ങളാണ് 1-ാം സ്കന്ധത്തിൽ ഉള്ളത്. നമുക്കിന്ന് 1-ാം സ്കന്ധത്തിലെ കുറച്ച് ഭാഗങ്ങൾ, അതായത് നൈമിഷാരണ്യത്തിലെ സത്രം, മഹാഭാഗവതത്തിൻ്റെ പിറവി, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിന്ന് പറഞ്ഞു പോകാം. ഈ കഥകളെല്ലാം കേട്ടതിനു ശേഷം നിങ്ങൾ ഭാഗവതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിലെ കഥകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ജീവചരിത്രമാണ്. ഭഗവാന്റെ കൂടെ നമുക്കും സഞ്ചരിക്കാം, വളരാം. ഹരേ കൃഷ്ണ. നൈമിഷാരണ്യത്തിലെ സത്രം. ദ്വാപരയുഗം കഴിഞ്ഞു. യാദവ വംശം നശിച്ചു. ഭഗവാനും ബലരാമനുമൊക്കെ ശരീരം വെടിഞ്ഞു. ദ്വാരക കടലിൽ മുങ്ങി. പിന്നീട് എന്താണ് തുടങ്ങുന്നത്? കലിയുഗമാണ് തുടങ്ങുന്നത്. ഉഗ്രസ്രവസ് ഹിമവാന്റെ തെക്കേ ചരിവിറങ്ങി താഴ്വാരത്തിലേക്ക് നടന്നു വരുന്നു. അങ്ങകലെ നൈമിഷാരണ്യം അദ്ദേഹം കാണുന്നു. അവിടെ വളരെ പച്ചപ്പ് നിറഞ്ഞ ആ പ്രദേശത്തിൽ എന്തോ തൂവെള്ള നിറത്തിലുള്ള പുകകൾ ആകാശത്തേക്ക് ഉയരുന്നത് ഇദ്ദേഹം ഉഗ്രസ്രവസ് കാണുന്നു. അതോടുകൂടി അവിടെ എന്തോ നടക്കുന്നുണ്ട്. അതായത് അതിമനോഹരമായ ആ നൈമിഷാരണ്യത്തിൽ പുകച്ചുരുളുകൾ മുകളിലേക്ക്
ഉയരുന്നത് കണ്ടപ്പോൾ അവിടെ എന്തോ നടക്കുന്നു എന്ന് ഒരു തിരിച്ചറിവുണ്ടായിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള അമിതമായ ആഗ്രഹത്തോടു കൂടി ഉഗ്രസ്രവസ് അങ്ങോട്ടേക്ക് എത്തുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? കലികാലദോഷം തീരുവാനും മോക്ഷപ്രാപ്തിക്കുമായി അനേകം മഹർഷിമാർ ചേർന്ന് നൈമിഷാരണ്യത്തിൽ ഒരു സത്രം നടത്തുകയാണ്. 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രമാണ് അവിടെ നടക്കുന്നത്. അവിടേക്കാണ് ഉഗ്രസ്രവസ് കയറി വരുന്നത്. കുലപതിയും വൃദ്ധനുമായ ശൗനക മഹർഷിയുടെ നേതൃത്വത്തിലാണ് ആ സത്രം നടക്കുന്നത്. സത്രം നടത്തിക്കൊണ്ടിരുന്ന ശൗനകൻ ഉഗ്രസ്രവസിനെ തിരിച്ചറിയുന്നു. അദ്ദേഹം പറഞ്ഞു, മഹാവാഗ്മിയും പ്രസിദ്ധ പുരാണ പ്രഭാഷകനും വ്യാസഭഗവാന്റെ ശിഷ്യനുമായിരുന്ന രോമഹർഷണൻ എന്ന മഹാസൂതൻ്റെ മകനായ ഉഗ്രസ്രവസാണ് ഈ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛന് രോമഹർഷണൻ എന്ന പേര് കിട്ടിയത് എങ്ങനെയാണ് എന്നറിയാമോ എന്ന് ശൗനക മഹർഷി മറ്റുള്ള മഹർഷിമാരോട് ചോദിക്കുന്നു. അവർക്കാർക്കും അറിഞ്ഞുകൂടായിരുന്നു. അവരറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ, അതായത് ഉഗ്രസ്രവസിൻ്റെ അച്ഛൻ്റെ പുരാണ പ്രഭാഷണം കേൾക്കുന്നവർക്ക് രോമഹർഷം, അതായത് രോമാഞ്ചമുണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രോമഹർഷണൻ എന്ന പേര് ലഭിച്ചത്. പിതാവിനെ പോലെ തന്നെ ഉഗ്രസ്രവസും വളരെ പ്രഗത്ഭനാണ്, അതായത് മകനും വളരെ പ്രഗത്ഭനാണ് എന്ന് ശൗനക മഹർഷി മറ്റുള്ള മഹർഷിമാരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതോടുകൂടി എല്ലാ മുനിമാരും അവിടേക്ക് എത്തിച്ചേരുകയും ഉഗ്രസ്രവസിനെ പൂജ്യമായ സ്ഥാനത്ത് ഇരുത്തുകയും ചെയ്യുന്നു. കലികാലദോഷം തീർക്കുവാൻ ഉപകരിക്കുന്ന ഒരു സൽക്കഥ തങ്ങളോട് പറയണമെന്ന് അവരെല്ലാവരും സൂതനായ ഉഗ്രസ്രവസിനോട് ആവശ്യപ്പെട്ടു. ഉഗ്രസ്രവസായ സൂതന് വളരെയധികം സന്തോഷമാവുകയും ഏറ്റവും ഉത്തമവും കേൾക്കുന്നവരുടെ എല്ലാം പാപം തീർക്കാൻ ഉപകരിക്കുന്നതുമായ ഒരു സൽക്കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ആ കഥയാണ് മഹാഭാഗവതം എന്ന് സൂതൻ എല്ലാവരോടും പറയുന്നു. ഇത് കേട്ടതും ശൗനക മഹർഷി ചോദിക്കുകയാണ്, അല്ലയോ മാമുനെ, എങ്ങനെയാണ് മഹാഭാഗവതത്തിൻ്റെ ഉത്ഭവം? ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ ശൗനകൻ എന്ന മഹർഷിയെ പറ്റി പറഞ്ഞു. ആരാണ് ശൗനകൻ? ബ്രഹ്മാവിൻ്റെ പുത്രനാണ് ഭൃഗു മഹർഷി. ഭൃഗു മഹർഷിയുടെ പുത്രനാണ് ച്യവന മഹർഷി. ച്യവന മഹർഷിയുടെ പുത്രനാണ് പ്രമതി മഹർഷി. പ്രമതി മഹർഷിക്ക് കൃതചാതി എന്ന അപ്സരസിൽ രുരു എന്നും ശുനകൻ എന്നും പേരായ 2 പുത്രന്മാരുണ്ടായി. അവരിൽ ശുനകൻ്റെ പുത്രനാണ് ശൗനകൻ എന്ന മഹാമുനി. ഇവിടെ മഹാഭാഗവതം എന്ന ആ മഹത്തായ പുരാണ കഥ വ്യാസഭഗവാന്റെ ശിഷ്യനായ രോമഹർഷണൻ എന്ന മഹാസൂതൻ്റെ പുത്രനായ ഉഗ്രസ്രവസ് എന്ന സൂതൻ ശൗനക മുനിക്കും മറ്റുള്ള മുനിമാർക്കും ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് മഹാഭാഗവതം രചിച്ചിട്ടുള്ളത്. നൈമിഷാരണ്യത്തിൽ വെച്ചാണ് സൂതൻ ശൗനക മഹർഷിക്കും
മറ്റു മഹർഷിമാർക്കും മഹാഭാഗവതം ഉപദേശിച്ചു കൊടുത്തത് എന്ന് നമ്മൾ പറഞ്ഞു. എവിടെയാണ് നൈമിഷാരണ്യം? ഉത്തർപ്രദേശിലെ സീതാപൂർ എന്ന ജില്ലയിലാണ് നൈമിഷാരണ്യം സ്ഥിതി ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെ ശൗനക മുനിയോടും മറ്റുള്ള മുനിമാരോടുമായി സൂതനായ ഉഗ്രശ്രവസ് കഥ പറയുകയാണ്. ഉഗ്രശ്രവസ് പറയുകയാണ്, ഭാഗവത തത്വം ആദ്യമായി നാരായണനാണ് ബ്രഹ്മദേവന് ഉപദേശിച്ച് കൊടുക്കുന്നത്. ബ്രഹ്മദേവനിൽ നിന്ന് നാരദനും, നാരദനിൽ നിന്ന് വ്യാസനും, വ്യാസനിൽ നിന്ന് ശ്രീശുകനും ലഭിക്കുന്നു. ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിന് അത് ഉപദേശിച്ച് കൊടുക്കുന്നു. അങ്ങനെ ശ്രീശുകൻ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ആ സമയത്ത് ആ സദസ്സിൽ ഞാനുമുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ സൽക്കഥ കേൾക്കാൻ സാധിച്ചത് എന്ന് സൂതൻ ശൗനക മഹർഷിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ടതും ശൗനകമുനിക്ക് വളരെ സന്തോഷമായി. ശൗനകമുനി ചോദിക്കുകയാണ്, എങ്കിൽ അല്ലയോ മാമുനെ, ഒന്ന് വിസ്തരിച്ചു തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ സൂതൻ പറയുകയാണ്, ശരി, കുരുക്ഷേത്രത്തിലുള്ള സരസ്വതി നദീതീരത്തുള്ള തൻ്റെ പർണാശ്രമത്തിൽ ഒരു പ്രഭാതവേളയിൽ വ്യാസഭഗവാൻ ചിന്തിച്ചുകൊണ്ട് സരസ്വതി നദിയിലേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടേക്ക് നാരദര് എത്തിച്ചേരുന്നു. അദ്ദേഹം ചോദിച്ചു, അല്ലയോ മഹർഷി, എന്താണ് അങ്ങയുടെ മുഖം ഇങ്ങനെ മ്ലാനമായിരിക്കുന്നത്? അത് കേട്ടതും വ്യാസൻ പറയുകയാണ്, ഞാനും അതുതന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്താണ് പറ്റിയത്? അങ്ങ് സർവജ്ഞനാണല്ലോ, അങ്ങ് പറഞ്ഞു തന്നാലും എനിക്ക് എന്താണ് പറ്റിയത്? എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചില ആശയക്കുഴപ്പങ്ങളും വിഷമങ്ങളും. അതെന്താണ് അതിനുള്ള കാരണമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് വ്യാസൻ നാരദരോട് പറയുന്നു. കുറച്ച് സമയം നാരദർ ആലോചിച്ചു. എന്നിട്ട് പറയുകയാണ്, അങ്ങ് വേദങ്ങൾ പകുത്തു, മഹാഭാരതം രചിച്ചു, പുരാണങ്ങൾ എഴുതി. എങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഭക്തി നിർഭരമായ ഒരു ഗ്രന്ഥം അങ്ങ് ഇതുവരെ രചിച്ചില്ല. അതുകൊണ്ട് അങ്ങ് മഹാഭാഗവതം എഴുതുക. അങ്ങയുടെ ഈ വിഷമമൊക്കെ മാറും. അങ്ങയുടെ മനസ്സ് ശാന്തമാകും, തെളിയും. അങ്ങയുടെ ഉള്ളിൽ ആനന്ദം നിറയും. ഇങ്ങനെ നാരദ മഹർഷി വ്യാസഭഗവാനോട് പറയുന്നു. നാരദ മഹർഷിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ വ്യാസഭഗവാന് അല്പം ആശ്വാസമായി. ഹരേ കൃഷ്ണ. നിങ്ങൾക്കും മഹാഭാഗവതം എന്ന ആ മഹത്തായ ആ കഥ, ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ആനന്ദമുണ്ടാകും, നിങ്ങളുടെ മനസ്സ് തെളിയും, നിങ്ങളുടെ ചിന്തകൾക്ക് തെളിച്ചമുണ്ടാകും, നിങ്ങളുടെ വാക്കുകൾക്ക് ശുദ്ധി ഉണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവരും മഹാഭാഗവതത്തിനായി കാത്തിരിക്കുക. കാരണം ഈ മാസം മാർഗശീർഷ മാസമാണ്. ഗീതാ ജയന്തി വരുന്നു, ഗുരുവായൂർ ഏകാദശി വരുന്നു. അങ്ങനെ വളരെ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും വിവാഹ പഞ്ചമി അത് വരുന്നു. അങ്ങനെ
വളരെ വളരെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഈ മാസം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസമാണ്. ഭഗവാന്റെ കഥകൾ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇന്ന് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഓരോ കഥാപാത്രങ്ങളും ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ നൈമിഷാരണ്യം അത് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. വ്യാസഭഗവാൻ വേദങ്ങൾ പകുത്തത് ഈ സ്ഥലത്ത് വെച്ചാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ സീതാദേവി തൻ്റെ ശരീരം ത്യജിച്ചത്, ഭൂമിയിലേക്ക് അമ്മയുടെ അടുക്കലേക്ക് പോയത് ഈ സ്ഥലത്ത് വെച്ചാണ് എന്ന് വിശ്വസിക്കുന്നു. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പുണ്യമായ ഒരു സ്ഥലമാണ് നൈമിഷാരണ്യം. 30 കോടി ദൈവങ്ങൾ നമുക്കുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ആ ഈശ്വരന്മാരെല്ലാം നൈമിഷാരണ്യത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ ഒരു സ്ഥാനമാണ് നൈമിഷാരണ്യം. 12 വർഷം ഇവിടെ തപസ്സനുഷ്ഠിച്ചാൽ ബ്രഹ്മലോകത്തേക്ക് പോകും എന്നാണ് വിശ്വസിക്കുന്നത്. ഭഗവാൻ നാരായണൻ തങ്ങളുടെ മകനായി ജനിക്കുന്നതിനായി സ്വയംഭൂമനുവും ശതകൂപയും തപസ്സനുഷ്ഠിച്ചത് 23,000 വർഷം തപസ്സനുഷ്ഠിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ രാവണനെ പരാജയപ്പെടുത്തിയതിൻ്റെ ആഘോഷത്തിനായി ശ്രീരാമൻ ഇവിടെ അശ്വമേധ യജ്ഞം നടത്തിയെന്നും വിശ്വസിക്കുന്നു. വേദവ്യാസൻ 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും 4 വേദങ്ങളും രചിച്ചത് അവിടെ വെച്ചാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സൂതൻ മഹാഭാഗവതം ഉപദേശിച്ചു കൊടുത്തതും ഇവിടെ വെച്ചാണ്. അതുപോലെ ഭഗവാൻ കൃഷ്ണന്റെ സഹോദരനായ ബലരാമനും പാണ്ഡവരും ഈ സ്ഥലത്ത് വന്നിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ തുളസീദാസ് രാമചരിതമാനസം ഇവിടെ വെച്ചാണ് എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഈ നൈമിഷാരണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലുള്ള ഈ സ്ഥലത്ത് വളരെയധികം തീർത്ഥാടകരാണ് എപ്പോഴും എത്തിച്ചേരുന്നത്. സീതാപൂർ എന്ന ജില്ലയിലാണ് ഈ നൈമിഷാരണ്യം സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള നദിയാണ് ഗോമതി നദി. മഹാദേവന്റെ ഭാര്യയായ സതീദേവിയുടെ ശരീര വിയോഗത്തിനു ശേഷം ദേവിയുടെ ശരീരം പൊട്ടി പിളർന്നു എന്നും ആ ശരീരങ്ങൾ 108 സ്ഥലങ്ങളിലായി വീണു എന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതാണ് 108 ശക്തിപീഠങ്ങൾ. അതിൽ തന്നെ ദേവിയുടെ ഹൃദയം വീണത് നൈമിഷാരണ്യത്തിലാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തിപീഠങ്ങളിലൊന്നായ ലളിതാദേവി ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയാണ് സതീദേവിയുടെ ഹൃദയം വന്ന് വീണത് എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ബാലാജി ക്ഷേത്രമുണ്ട്, ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്. അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പുണ്യകരമായ ഒരു പ്രദേശമാണ് നൈമിഷാരണ്യം എന്നുള്ളത്. ഉത്തർപ്രദേശിലാണ്, സീതാപൂർ എന്ന ജില്ലയിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഹരേ കൃഷ്ണ.